ഹായ്, എല്ലാവരും സുഖമായിരിക്കുന്നെന്ന് കരുതുന്നു. പിന്നെ എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? നിങ്ങളുടെ അവിടെയൊക്കെ മഴ പെയ്തോ? ഇവിടെ ഇന്ന് രാവിലെ 5 മണിയൊക്കെ ആയപ്പോൾ ഒരു 10-15 മിനിറ്റ് ഒരു നല്ല മഴ പെയ്തിട്ടുണ്ട്. എന്ന് വിചാരിച്ച് ആശ്വാസമൊന്നുമില്ല, ഇപ്പം ചൂടിച്ചിരി കൂടെ കൂടുക ചെയ്ത്. എങ്കിലും ഒരു ചെറിയൊരു മഴ പെയ്ത് ഈ മരങ്ങൾക്കും ചെടികൾക്കുമൊക്കെ ഒരു കുളിർമ കിട്ടിയിട്ടുണ്ട്. ശകലം വേനൽ ചൂടിൻ്റെ ഒരാശ്വാസം എന്ന് പറയാം. കുറച്ച് ജില്ലകളിലൊക്കെ മഴ പെയ്യുമെന്ന് ഇന്നലെ ടി വിയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ കൊല്ലം ജില്ലയിൽ ഇന്ന് വെളുപ്പിനെയാണ് ഇവിടെ പെയ്തത്. ഇന്നലെ രാത്രിയിലൊക്കെ കുറച്ച് തിരുവനന്തപുരത്തൊക്കെ പറയുന്നുണ്ടായിരുന്നു. എന്തായാലും ഒരു ചെറിയൊരു ആശ്വാസം കിട്ടിയിട്ടുണ്ട്. കുംഭത്തിൽ മഴ പെയ്താൽ കുപ്പയിലും പൊന്നെന്നല്ലേ പറയുന്നത്. കുംഭമാസത്തിൽ മഴ കിട്ടിയാൽ എല്ലാ കൃഷികൾക്കും നല്ലതാണെന്നാണ് പറയുന്നത്. ചിലർ ഈ സമയത്തൊക്കെ ചേനയൊക്കെ നടും. പൂള് വെട്ടി ചേന നടുന്നതൊക്കെ കുംഭത്തിൽ നടും. കുംഭത്തിൽ നട്ടാൽ കുടത്തോളം ഉണ്ടാവും എന്നൊക്കെ പറയും. അതുകൊണ്ട് കുംഭത്തിൽ നടുന്നതൊക്കെ ഒരു പതിവുണ്ട്. പിന്നെ ഈ ഒരു മഴയുടെ ഇത് കണ്ടിട്ടൊന്നും നമുക്കിപ്പോൾ കൃഷി ചെയ്യാൻ പറ്റത്തില്ലല്ലോ. നല്ലോണം മഴ പെയ്ത് ഭൂമി ഒന്ന് തണുത്തതിന് ശേഷമേ എന്തെങ്കിലും കിളയ്ക്കാനൊക്കെ പറ്റുള്ളൂ. എല്ലാം തറഞ്ഞ് കിടക്കില്ലേ ഭയങ്കര ചൂടായിട്ട്. പിന്നെ വേറെ എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? ഇവിടെ ഞാൻ ഇന്ന് ഒരു അവിയൽ വെക്കാനുള്ള തയ്യാറെടുപ്പിലാണ് കേട്ടോ. ചേന, ചേമ്പ്, ചീവക്കിഴങ്ങെന്ന് ഞങ്ങളൊക്കെ ചീവക്കിഴങ്ങെന്നാണ് ഇവിടെ കൊല്ലം ജില്ലയിൽ പറയുന്നത്. നിങ്ങളവിടെ എന്താ പറയുന്നത്? കൂർക്കയെന്ന് പറയുന്നവരൊക്കെ ഉണ്ട് കേട്ടോ ഈ ചീവക്കിഴങ്ങിന്, കൂർക്ക. പിന്നെ വഴുതനങ്ങ, ഇതെല്ലാം ഞങ്ങളുടെ ഗാർഡനിലുണ്ടായ വഴുതനങ്ങയാണ്. ഇപ്പോൾ എല്ലാം ഒന്നുകൂടെ റീസെറ്റ് ചെയ്യുക. അന്നേരം പഴയ വഴുതനയുടെ മൂടൊക്കെ പൊടുതു കളഞ്ഞു. അന്നേരം അതിൽ പിടിച്ച വഴുതനയാണ്. ഇനി എല്ലാം ഒന്നുകൂടെ ഇതായി വരുമ്പോൾ ഞാൻ കാണിക്കാം. ഒരു ദിവസം വീഡിയോ ഇടുന്നുണ്ട് ഞങ്ങളുടെ കൃഷിയെക്കുറിച്ച്. പിന്നെ മുരിങ്ങക്ക, ഇപ്രാവശ്യം മുരിങ്ങക്ക ഇഷ്ടം പോലെ വെയിലായിട്ട് ഇഷ്ടം പോലെ എല്ലായിടത്തും മുരിങ്ങക്ക ഉണ്ടായിട്ടുണ്ട്. മുരിങ്ങക്കായും ചക്കയൊക്കെ ഇഷ്ടം പോലെ ഉണ്ടായിട്ടുണ്ട് ഇവിടെ. നാടൻ മുരിങ്ങക്കയാണ് കേട്ടോ. മറ്റേ തമിഴ്നാട്ടിൽ നിന്ന് വരുന്ന മുരിങ്ങക്കയ്ക്ക് ഇത്ര ടേസ്റ്റ് കിട്ടത്തില്ല. നാടൻ മുരിങ്ങക്ക അവിയലിലൊക്കെ ഇട്ട് നല്ലതാണ്. ഇന്നിപ്പോൾ ഒരു അവിയൽ ഉണ്ടാക്കാനുള്ള പുറപ്പാടിലാണ്. ചേനയൊന്നും ചില ആൾക്കാരൊന്നും അവിയലിൽ ഇടത്തില്ല, ചൊറിയുമെന്നൊക്കെ പറഞ്ഞിട്ട്. പക്ഷെ ഇവിടെ ഞങ്ങൾക്കൊക്കെ ചേന ഇഷ്ടമാണ്. ചേന തോരൻ വെച്ചാലും ചേന പുഴുങ്ങിയൊക്കെ കഴിക്കും. മണ്ണിൽ അടിയിലുണ്ടാകുന്ന വസ്തുക്കളിൽ ഏറ്റവും നല്ലത് ചേനയാണെന്നാണ് പറയുന്നത്. ചേന വേണം നമ്മൾ കഴിക്കാനെന്നാണ് പറയുന്നത്. ബാക്കിയെല്ലാം ഗ്യാസ് ഉണ്ടാവും. ഇത് ചേനയ്ക്ക് ഗ്യാസ് ഇല്ലെന്നാണ് പറയുന്നത്. കട്ടിംഗ് ടേബിളിലൊക്കെ വെച്ച് എല്ലാവരും അരിയുന്നത്. എനിക്ക് പക്ഷേ ഇങ്ങനെയൊക്കെ അരിയുന്നതാണ് ഇഷ്ടം. ഞങ്ങളൊക്കെ ഇങ്ങനെ പഴയ തലമുറക്കാർ ഞങ്ങളിങ്ങനെയൊക്കെ അരിഞ്ഞ് പഠിച്ചതുകൊണ്ട് ഞങ്ങൾക്ക് ഇങ്ങനെയൊക്കെ അരിയുന്നത് വലിയ ബുദ്ധിമുട്ടുള്ള കാര്യമൊന്നുമല്ല. ചേന ഇച്ചിരി കനം കുറച്ച് അരിയാമെന്ന് വിചാരിച്ചു. കനം കൂട്ടി അരിഞ്ഞാൽ ചിലപ്പം, പക്ഷേ ഇത് എളുപ്പം വേവുന്ന ചേനയാണ്. ഇച്ചിരി കനം കൂട്ടി അരിഞ്ഞാലും കുഴപ്പമില്ല. പിന്നെ വേറെ പ്രത്യേകിച്ച് വിശേഷങ്ങളൊന്നുമില്ല. ഇന്നലെ വീഡിയോ ഇടാൻ സമയം കിട്ടില്ല കേട്ടോ. അതുകൊണ്ടാണ് ഇന്നങ്ങ് ഇടാമെന്ന് വിചാരിച്ച്. ഈ സമയത്തെല്ലാവരും ചിലരൊക്കെ ചീനി കമ്പൊക്കെ വെക്കും. ഈ മഴ പെയ്ത പൊടി മണ്ണൊന്ന് ഇളകി കിടക്കുന്ന സമയത്തിന് വെക്കും. ചീനിയൊക്കെ വെക്കുന്ന കൃഷി പണ്ടത്തെ ആൾക്കാരൊക്കെ ചെയ്യും. എങ്കിലും ഈ സമയത്ത് ഈ മത്തനൊക്കെ കുഴിച്ചിടാൻ നല്ലതാണ് കേട്ടോ. മത്തൻ്റെ അരിയൊക്കെ ഇരിപ്പുണ്ടെങ്കിൽ കുഴിച്ചിട്ടാൽ കുറച്ച് വെള്ളമൊക്കെ ഒഴിച്ചു കൊടുത്താൽ ശരിക്ക് പിടിക്കും. പിന്നെ മത്തയില പിച്ചി തോരനൊക്കെ വെക്കാം. എല്ലാം കൊണ്ടും നല്ലതാണ്. ആർക്കും കൃഷി ചെയ്യാൻ വയ്യാത്തതിൻ്റെ മടിയല്ലേ ഉള്ളൂ. കുറച്ചൊക്കെ കൃഷിയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ എല്ലാവർക്കും കൃഷി അവരവരുടെ വീട്ടിലേക്കുള്ള ആവശ്യത്തിനുള്ള എല്ലാം ഉണ്ടാകാൻ പറ്റും. സ്ഥലമില്ലാത്തവർ താഴെ മത്തൻ്റെ അരി ഇട്ട് കൊടുത്തിട്ട് ഇച്ചിരി വെയിലുള്ള ടെറസിൻ്റെ സൈഡിലോട്ടൊക്കെ പടത്തി കയറ്റിയാൽ മതി. ഒരു വള്ളിയിട്ട് കയറൊക്കെ കെട്ടി കൊടുത്താൽ മതി. നന്നായിട്ടങ്ങ് പടത്തി ഇട്ടാൽ നല്ലോണം മുകളിൽ പിടിക്കും. എന്നിട്ട് ടെറസിൻ്റെ മുകളിൽ നമുക്ക് ഇച്ചിരി പിന്നെ ഓല വെട്ടി ഇട്ട് കൊടുത്താൽ ആ ഓലയിലെല്ലാം അങ്ങ് പടന്നിട്ട് ശരിക്കും മത്തങ്ങ പിടിക്കും. അതേപോലെ കുമ്പളവും അതേപോലെ പടത്തി വിട്ടാൽ മതി. അപ്പം കയറ്റിവിടാൻ മരമൊന്നും ഇല്ലയെന്നുണ്ടെങ്കിൽ അങ്ങനെ തറയിൽ താഴെ നട്ട് നല്ലോണം ചാണകപ്പൊടിയും വെള്ളമൊക്കെ ഒഴിച്ച് നന്നായിട്ട് കിളിപ്പിച്ചിട്ട് നമ്മളൊരു സൈഡിൽ കൂടെ കമ്പ് കെട്ടി കൊടുത്താൽ മതി. അതിൽ കൂടെ കയറ്റി വീടിൻ്റെ മുകളിൽ നല്ല വെയിലുള്ളിടത്തോട്ട് പടത്തി വിടണം. എന്നിട്ട് താഴേന്ന് നമ്മൾ വളവും വെള്ളമൊക്കെ ഒഴിച്ചു കൊടുത്താൽ മതി. എന്നിട്ട് മേളിൽ ഈ ഓല ഇട്ട് കൊടുത്താൽ മതി. ഓല എന്തെങ്കിലും ഒന്ന് വെട്ടി ഇട്ട് കൊടുത്താൽ അതിനകത്ത് പടന്ന് ശരിക്കും മത്തങ്ങ ഉണ്ടാവും, കുമ്പളങ്ങ ഉണ്ടാവും. പണ്ട് ഞങ്ങളങ്ങനെ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. കൃഷിയോട് താല്പര്യമുള്ള ആൾക്കാരൊക്കെ ഇത് കേട്ടാൽ മതി. അല്ലാതെ പൈസ കൊടുത്ത് വാങ്ങിക്കാൻ താല്പര്യമുള്ളവർ അത് മേടിച്ചു കേട്ടോ, കുഴപ്പമൊന്നുമില്ല.
മണ്ണിനകത്ത് കളിക്കുന്നതൊക്കെ എല്ലാവർക്കും അത്ര ഇഷ്ടമുള്ള കാര്യമല്ലല്ലോ. കൈയൊക്കെ ഇതാവും. പിന്നെ ചിലർക്കാണെങ്കിൽ ചേനയൊക്കെ എടുത്താൽ കൈ ചൊറിയും. എല്ലാവർക്കും ചൊറിയും കേട്ടോ, കൈ ചൊറിയും. ചിലർക്കെന്നല്ല, ചേന എടുത്താൽ കൈയൊക്കെ ഒന്ന് ചൊറിയും. അതുകൊണ്ടാണ് ഇപ്പോഴത്തെ കുട്ടികൾ ആരും ഇതൊന്നും അരിയാനും പോലും അറിയത്തില്ലല്ലോ. അവർക്ക് അരിയ മടിയാണ്. അവർ കട്ടിങ് ടേബിളിൽ വെച്ച് എങ്ങനെയെങ്കിലും ചടാപിടാന്നൊക്കെ അരിഞ്ഞ് വെക്കും. സാമ്പാറിലും ഇടും ചേന. ഇവിടെയൊക്കെ അവിടെ ചില സ്ഥലങ്ങളിലൊന്നും സാമ്പാറിലൊന്നും ചേന ഇടത്തില്ല. പിന്നെ ഈ ചീവക്കിഴങ്ങ് പണ്ടൊക്കെ ഉണ്ടാവുമെന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട്, പക്ഷേ ഇപ്പം അങ്ങനെ കാണുന്നില്ല പിന്നെ എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? ഞങ്ങൾ ശിവരാത്രി മുതൽ വ്രതമാണ് കേട്ടോ. പളനി പോകാനായിട്ട് തീരുമാനിച്ചിട്ടുണ്ട്. നാളെ രാവിലെ പളനിയിലേക്ക് പോകും. അതുകൊണ്ട് മീനൊന്നും എടുക്കുന്നില്ല. ഇന്നിപ്പം അവിയൽ, മെഴുക്കുവരട്ടി, രസം ഇതൊക്കെയാണ് ഇന്നത്തെ കൂട്ടാൻ. ഇനി പളനി പോയിട്ട് വന്നേ എന്തെങ്കിലും മീനൊക്കെ എടുക്കത്തുള്ളൂ. പളനി പോയ വിശേഷങ്ങളൊക്കെ ഞാൻ പുറകെ വീഡിയോ ആയിട്ട് ഇടാം. ഇന്നിപ്പോൾ ഇത്രയൊക്കെ പറയാനും മെയിനായിട്ട് ഞാൻ മഴ പെയ്ത കാര്യം പറയാനൊക്കെ ആയിട്ടാണ് വന്നത്. എല്ലാവരും ഉച്ചയ്ക്ക് കറിയൊക്കെ വെച്ചതെന്നൊക്കെ ഇടണം. ഇത്രയൊക്കെ എനിക്ക് പറയാനുള്ളൂ. തൽക്കാലം നിർത്തുന്നു. മറ്റൊരു വീഡിയോയുമായി നാളെ കാണാം. ബൈ.